ചങ്കാളെ മുത്തുമണികളെ 20/9 ശനിയാഴ്ച കൊണ്ടോട്ടി മാർക്കറ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കൊണ്ടോട്ടി മാർക്കറ്റിൽ ഈ ശനിയാഴ്ച അത്യാവശ്യം മീനുണ്ടായിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു, റോട്ടുമ്പിലൊക്കെ വണ്ടികളായിരുന്നു. പിന്നെ ഇന്നത്തെ മീനിനെ പറ്റി നമ്മുടെ പീക്കൻ്റെ ഹമീദിൻ്റെ ഒരു വിലയിരുത്തലും കൂടി നമുക്ക് ഇതിൽ കേൾക്കാട്ടോ. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മീൻ വന്ന ഒരു ദിവസമാണ് ഈ ആഴ്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ മീൻ വന്ന ഒരു ദിവസമാണ് ഇന്ന്. ഒരുപാട് മീനുകൾ, ഒരുപാട് ഐറ്റം മീനുകൾ ഉണ്ടെന്ന് മാർക്കറ്റിൽ. മാന്തളത്തോടെ നിലവാരത്തിലാണ് കൊടുക്കുന്നത്. നല്ല ചോപ്പുള്ള നല്ല നാടൻ മാന്തകൾ, അതുപോലെ തന്നെ അയിലകൾ, ചെറിയ അയില, മീഡിയം അയില, വലിയ അയിലകൾ, ഇഷ്ടം പോലെ മീനുകൾ. അപ്പോൾ ചങ്കാളെ നമ്മളിന്ന് കൊണ്ടോട്ടി മാർക്കറ്റിലെ കുറഞ്ഞ വീഡിയോകളാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ വരും. ഏകദേശം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പരിമിതിക്കുള്ളിൽ നമ്മൾ മീനൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു കുറഞ്ഞ റെസ്റ്റ് കിട്ടിയപ്പോൾ ആ പരിമിതിക്കുള്ളിൽ എടുത്തൊരു വീഡിയോ ആണ്. ആ സമയപരിമിതിക്കുള്ളിൽ അപ്പോൾ സമയമുള്ള ടൈമിൽ നമുക്ക് വിശദമായിട്ട് വലിയൊരു വീഡിയോ ഒക്കെ വിടാം. പ്രധാനപ്പെട്ട പലരും ഇതിൽ ഒഴിവായിട്ടുണ്ട്, നമ്മൾക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടവരായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ കൊട്ടക്കാർക്കൊക്കെ ഉള്ളൊരു പ്രതിഷേധം കൂടിയാണ്. ബ്ലോക്ക് കൂടുതൽ മീൻ വന്നാൽ പെട്ടെന്ന് നാട്ടിലെത്താൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗൂഡല്ലൂർ മുതൽ വയനാട് ഇത്തരം ലോകം എന്നൊക്കെ വരുന്ന ആളുകൾക്ക് നേരത്തെ കാലത്തെ മീൻ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമകരമായൊരു അവസ്ഥയാണ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മീൻ കൂടുതലാകുമ്പോൾ. ഇൻസുലേറ്റ് വണ്ടികളൊക്കെ ഉള്ളിൽ കയറിയാൽ പിന്നെ വണ്ടി ഇടാനും സ്ഥലമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് കരുതുകയാണ്. അത്തരം ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു കൊട്ടക്കാരുടെയൊക്കെ ഒരു വിഷമകരമായൊരു അവസ്ഥയാണ് മീൻ കൂടുതലുണ്ടാകുമ്പോൾ നാട്ടിലെത്താൻ വൈകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം അധികം വൈകാതെ ഉണ്ടാവട്ടെ എന്നും കൂടി നമ്മൾ പറയാണ്. അത് നമ്മളുടെ ഒരു പ്രതിഷേധം കൂടിയാണ്. കാരണം നേരത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ വിട്ടുന്നൊക്കെ വരുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത കൊട്ടക്കാർക്കും അതുപോലെ അവരുടെ കസ്റ്റമർക്കും നമ്മളെ കാത്തു നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കൂടി ഇവിടെ കാണണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. നമ്മുടെ കൊണ്ടോട്ടി മാർക്കറ്റിൽ വരുന്ന മൊത്തം കൊട്ടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാട്ടോ. അത് അവരുടെയും കൂടി ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ 29 ശനിയാഴ്ച അത്യാവശ്യം നല്ലോണം മീൻ വന്നൊരു ദിവസമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ദൃശ്യങ്ങളാണ്, മീനുകളൊക്കെയാണ് നമ്മൾ കാണിക്കണം. ഓല മീനാണ് നമ്മളെ നമ്മളെ സ്നേഹിതൻ, നമ്മളെ സുഹൃത്ത് ഇപ്പോൾ പൊന്തിച്ച് കാണിക്കുന്നത്. ഓലമീൻ വണ്ടിൻ്റെ ഇൻസുലേറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്, ഒരു വീഡിയോ ദൃശ്യമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ബയാദിൻ്റെ ബോക്സുകളാണിത്. കടുക, ബയാദ് എന്ന് സൗദി അറേബ്യയിലൊക്കെ ബയാദ് എന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ കടുക എന്ന് പറയും. അതുപോലെ പൂമീനുകൾ എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റമിനും. നമ്മളെ സദീദാണ് കേട്ടോ, മുത്തുമണി സദീദിനുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ PCHൻ്റെ സദീദാണ് അതിൻ്റെ ഇടയിൽ വന്നു പോയത്. അപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ പ്രധാന സജീവ സാന്നിധ്യമാണ് ഒരാളുടെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ തുടക്കം മുതലേ നമ്മളിപ്പോൾ കൂടെ നിന്ന നമ്മളെ ചങ്കായിട്ടുള്ള നമ്മളെ CKHൻ്റെ അളിയാക്ക ഈ വീഡിയോയിൽ അദ്ദേഹം നല്ല ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ KMHൻ്റെ ജംഷിയാണ് കേട്ടോ ആ മീനെടുത്ത് പൊന്തിച്ച് കാണിക്കുന്നത്, KMHൻ്റെ ജംഷി. അപ്പോൾ ഇതാണ്ട മീനുകളുടെ ഇതാണ് കാണിക്കുന്നത്, ഓരോ ഭാഗത്തുള്ള മീനുകളും ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. പല ഐറ്റം വെറൈറ്റി മീനുകൾ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ്, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റ്. ഇപ്പോൾ ഈ കിടക്കുന്ന മീനാണ് മോത, അതുപോലെ നെയ്മീൻ എന്നൊക്കെ പറയുന്ന മീൻ കേട്ടോ. ഒറിജിനൽ നെയ്മീനാണിത്, നല്ല അടിപൊളി മീനാണ്, നല്ല വിലയുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് കാണിക്കാമെന്ന് മാത്രം. അപ്പോൾ അതുപോലെ എല്ലാ ആളുകളും മാക്സിമം കഴിയുന്ന ആളുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വീഡിയോക്ക് സമീപമുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് വിടുന്നത്. പിന്നെ നിരവധി ആളുകൾ വന്ന് പോകുന്ന ഒരു മാർക്കറ്റാണ് കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റ്. കൊട്ടക്കാർ, ചുമട്ടുകാർ, അതുപോലെയുള്ള കമ്മീഷക്കാർ, മീൻ കൊണ്ടുവരുന്ന വണ്ടിക്കാർ, ഇങ്ങനെ പോയിട്ട് ആയിരങ്ങൾ എത്തിപ്പെടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് കേട്ടോ കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റ്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഒരു ജനസാന്നിധ്യം ഇവിടെ ദിവസവും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോസാണ് ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സമയപരിമിതി, നമുക്കിതൊക്കെ ഒന്ന് ഇതിലേക്ക് എഡിറ്റ് ചെയ്ത് വിടാനുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായൊരു ടൈം ഇന്നലെ ഒഴിവില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മളത് എടുത്തിട്ട് ഇന്നലെ റെഡിയാക്കിയതിന് ശേഷം ഇന്നാണ് നമ്മളത്
നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ സൺഡേ ഞായറാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പ്രധാനമായത് നമ്മളെ ചങ്കാളൊക്കെ ഇത് കൊണ്ടോട്ടി മാർക്കറ്റ് അറിയാത്തവർക്ക് അറിയാനും അവർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഇത് വിടുന്നത്. പിന്നെ ഇതിലും വിശദമായിട്ട് നമ്മൾ ഏകദേശം ഒരു നല്ലൊരു വീഡിയോ ഇനിയും കൊണ്ടോട്ടി മാർക്കറ്റിനെ വെച്ചിട്ട് എടുക്കും. ഇത് നമ്മളെ ബോക്സ് കയറ്റുന്നിടത്തുള്ള ബോക്സ് റെഡിയാക്കുന്ന ചെക്കന്മാരാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ കാലി ബോക്സ് വന്നാൽ ഇത് റെഡിയാക്കുന്ന നമ്മളെ മുത്തുമണിയാളെ ചങ്കാളാണ് ഇതൊക്കെ. അവരും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി ഇതിൽ കാണിക്കുകയാണ്. പ്രധാനമായും നമ്മളെ കൊണ്ടോട്ടി മാർക്കറ്റ് വരുന്ന കൊട്ടക്കാർ, കമ്മീഷക്കാർ, ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ നമ്മളെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇത് നമ്മളെ മാർക്കറ്റും നമ്മളെ ഒക്കെ ഒന്ന് ജനങ്ങളിലേക്ക് നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഒരു മാർക്കറ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പം അത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മളെ മാർക്കറ്റിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മളൊരു സെൽഫി വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. നമ്മളെ മുത്തുമണികളൊപ്പം വന്നിട്ടുള്ള ഒരു സെൽഫി വീഡിയോയും കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളെ ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ മീൻ വന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്നലത്തെ ശനിയാഴ്ച 20/9 ശനിയാഴ്ച ഏറ്റവും കൂടുതൽ മീൻ വന്നൊരു ദിവസം കൂടിയാണ്. അപ്പം നമ്മളെ പോപ്പുലറിൻ്റെ ജുനൈസാക്കിയാണ് കേട്ടോ. അതിലെ മെല്ലാം അങ്ങോട്ട് പോയി, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നോട് പോയി. ഇപ്പം നമ്മളെ ചുമട്ടുകാരൊക്കെ നല്ല സജീവമായിട്ട് ബോക്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുമട്ടുകാരൊക്കെ ഓടിപ്പഞ്ഞാണ്ട് ബോക്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്നില്ല. നമ്മളെ സലീമാക്കിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ചുമട്ടുകാരൻ, നമ്മളെ വണ്ടിക്ക് വെക്കുന്ന ചുമട്ടുകാരൻ നമ്മളെ സലീമാക്കിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മീൻ നമ്മളെ വണ്ടിക്ക് വെച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ചെങ്കാളെ നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ നമ്മൾ ചെല്ലുന്ന ഭാഗത്തുള്ള മാർക്കറ്റ്, കടപ്പുറമായാലും മാർക്കറ്റായാലും അതുപോലെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളതൊക്കെ നമ്മൾ ഇനിയും നമ്മളെ വീഡിയോകളിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കാണണം, സഹകരിക്കണം.